ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ നിലമ്പൂർ ഇലക്ഷൻ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പ്രചരണം മന്ദഗതിയിലാക്കിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രചരണത്തിന്റെ രൂപത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. ഇപ്പോൾ പെരുന്നാളിന് ശേഷം പ്രചരണം വീണ്ടും സജീവമായിരിക്കുകയാണ്. എല്ലാ മുന്നണികളും, ഇടതും വലതും BJP NDA മുന്നണിയും ഒക്കെ. സ്വതന്ത്രരിൽ പ്രധാനിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ പ്രചരണവും സജീവമായി രംഗത്തുണ്ട്. പക്ഷേ പെരുന്നാളിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അൻവറിനെ അംഗീകരിക്കുന്നില്ല എന്നെല്ലാം ഒരു പ്രസ്താവന ഇന്ന് നടത്തുകയുണ്ടായി. അതിന്റെ പുറമെ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ആ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ ഊന്നിയാണ് ഇപ്പോൾ പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ തുടക്കത്തിലുണ്ടായിരുന്ന പ്രചരണത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രചരണം അതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഇലക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രചരണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രധാന മത്സരം ഇടതുപക്ഷവും LDF മുന്നണിയും UDF മുന്നണിയും തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അൻവറിന്റെ പ്രധാന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവറിന്റെ പ്രാധാന്യം ഇപ്പോൾ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലെ നിരീക്ഷകരൊക്കെ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. UDF മുന്നണിയും LDF മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ മണ്ഡലത്തെ ചുറ്റിപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പെരുന്നാളിന് ശേഷം സംഭവിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ അവധിക്ക് ശേഷം വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ രൂപത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രചരണത്തിന്റെ വിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇപ്പോൾ വന്യജീവി അക്രമം ഇതൊക്കെയാണ് കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ ഫോക്കസ് കുറവാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കൂടുതൽ പ്രത്യാരോപണങ്ങളിലേക്കാണ് പ്രചരണം കടക്കുവാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് വനം മന്ത്രിയുടെ ഒരു പ്രസ്താവനയും ഒക്കെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യതിചലനം സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള വിഷയങ്ങൾ ഇനിയും മാറി പ്രചരണം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ വിഷയങ്ങൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പ്രധാന മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. മറ്റൊരു ശക്തിയും ഇപ്പോൾ മണ്ഡലത്തിൽ പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. LDF ഒരു ഭാഗത്തും UDF ഒരു ഭാഗത്തും അവർ തമ്മിലാണ് പ്രധാന മത്സരം ഇപ്പോൾ നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും മത്സരരംഗത്ത് ഇപ്പോഴത്ര പ്രാധാന്യത്തിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പെരുന്നാളിന് ശേഷമുള്ള ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് നേരിട്ട് ഇപ്പോഴവിടെ മത്സരം നടക്കുന്നത്. അവർ തമ്മിൽ തന്നെയാണ് പ്രചരണത്തിന്റെ വാക്തത്വങ്ങളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കക്ഷികളോ മറ്റു സ്വതന്ത്രരോ ഒന്നും ഇപ്പോൾ രംഗത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ പ്രാധാന്യം നേടാൻ പാകത്തിൽ ആരും ഇതുവരെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇലക്ഷനിൽ കൂടുതൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ മാത്രമാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. മറിച്ചൊരു മൂന്നാം കക്ഷി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്
ഇന്നലത്തെ ഒക്കെ ട്രെൻഡ് അനുസരിച്ച് രണ്ടാം പെരുന്നാൾ മുതൽ ഇങ്ങോട്ട് ട്രെൻഡ് അനുസരിച്ച് ഇല്ല. LDF ഉം UDF ഉം തന്നെയാണ് പ്രധാന കക്ഷികളായി മത്സര രംഗത്തുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രചരണം ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. കൂടുതൽ ചർച്ചകളും കൂടുതൽ സംവാദങ്ങളും ഒക്കെ ആവേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് LDF UDF മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ മത്സര രംഗത്തുള്ളത്, കൂടുതൽ